ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. നമുക്ക് സദ്യക്കൊക്കെ കിട്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല കിടുക്കാച്ചി മാങ്ങാച്ചാർ, അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. മാങ്ങ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ കുനുകുന കട്ട് ചെയ്തിട്ടെടുക്കണം. എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഏകദേശം എല്ലാം മാങ്ങയും കട്ട് ചെയ്തിട്ടുണ്ട്. 1.5 കിലോളം മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും. വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചി കുനുകുന കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇതെങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. കണ്ടോ ഇതുപോലെ മാങ്ങിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം അച്ചാറിടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ നേരിട്ട് പച്ചമാങ്ങ അച്ചാറിടുന്നതും അതും രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സോ നമുക്കിതൊന്ന് അച്ചാറുണ്ടാക്കിയെടുക്കാം. സോ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ അച്ചാറുണ്ടാക്കുന്നതും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതും രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ നല്ലെണ്ണ എടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഉലുവയും നന്നായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പിന്നീട് വേണ്ട വെച്ചാൽ മുളക് പൊടിയാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ ഏകദേശം മാങ്ങയുടെ അളവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം പച്ചമണം മാറുന്നത് വരെയും ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ മാത്രമേ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൗഡറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 സ്പൂൺ വിനാഗിരിയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൊടിക്കൈ ചെയ്യുന്നതാണ്. ഇതുപോലെ കടുക് നമ്മളൊരു പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി മീൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ, അടിപൊളിയാണ്.
അങ്ങനെ ഫൈനലി നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ട്രൈ ചെയ്ത് ഇഷ്ടമാവണമെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.